ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം സാനന്ദരൂപം സകലപ്രബോധമാനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണോമി തുഞ്ചത്തെഴുമാര്യപാദം. രാമകഥാമൃതത്തിൻ്റെ 32-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിൽ ഒരു രാമായണ പ്രഭാഷണത്തിന് വേണ്ടി ചില ചെറുപ്പക്കാർ തയ്യാറായപ്പോൾ അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ മറുപടിയാണ് രാമകഥാമൃതത്തിൻ്റെ അവസാന ദിവസം രാമായണത്തിലെ കീഴ്വഴക്കങ്ങൾ എന്നതാകാം ചിന്താവിഷയം എന്ന് തീരുമാനിക്കാൻ കാരണമായത്. ക്ഷേത്ര കമ്മിറ്റിയുടെ മറുപടിയും ഇതും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അവിടെ പണ്ഡിതന്മാരായ കമ്മിറ്റിക്കാർ പറഞ്ഞത് ക്ഷേത്രത്തിൽ രാമായണ പ്രഭാഷണങ്ങൾ നടത്തുന്ന കീഴ്വഴക്കമില്ല എന്നാണ്. അതിൽ നിന്നാണ് ഇത്തരത്തിലൊരു ചിന്തയിലേക്ക് പോയത്. ക്ഷേത്രത്തിൽ രാമായണ പ്രഭാഷണത്തിൽ കീഴ്വഴക്കമില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഈ രാമായണ പ്രഭാഷണത്തിന്റെ കീഴ്വഴക്കം? ക്ഷേത്രത്തിൽ ഇതിനു മുമ്പ് രാമായണ പ്രഭാഷണം നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് ആ ക്ഷേത്ര കമ്മിറ്റിയുടെ വിവരമില്ലായ്മ. രാമായണത്തിന് പ്രത്യേകിച്ച് കീഴ്വഴക്കങ്ങളൊന്നുമില്ല. ഇന്ന ക്ഷേത്രങ്ങളിലെ രാമായണം നടത്താൻ പാടുള്ളൂ, ഇന്ന ക്ഷേത്രത്തിൽ നടത്തണം, ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും അവിടെയുള്ള ആളുകൾക്ക് രാമായണത്തെക്കുറിച്ചറിയാൻ, രാമായണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള രാമായണ പ്രഭാഷണങ്ങളൊക്കെ വെക്കുന്നത് സാധാരണമാണ്. ഇവിടെ ആ ഒരു കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരാണ് ലോകത്തിലെ ഏറ്റവും അറിവുള്ളവർ എന്ന് ധരിക്കുമ്പോൾ ബോധമില്ലാതെ അവരോട് ഒന്നും പറയാനില്ല. ഇത്തരത്തിലുള്ള പല കമ്മിറ്റിക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. മാത്രമല്ല, രാമായണം പാരായണം ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഇത്തരത്തിലുള്ള കുറെ കീഴ്വഴക്കങ്ങളെ കുറിച്ച് മനസ്സിൽ ചിന്തിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ അറിവിലേക്കായി 1-2 കാര്യങ്ങൾ മാത്രം ഈ രാമായണ മാസ സമാപനത്തിൽ പറയാം എന്ന് വിചാരിക്കുന്നു. രാമായണ സാധാരണയായി 31-ാം ദിവസം രാമായണ മാസം അവസാനിപ്പിക്കുന്ന ആളുകളും ഉണ്ട്. ഇന്ന് ഒരു ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് പോയ സമയത്ത് അവിടെ നിന്നും ഒരു അമ്മയുടെ ചില ചോദ്യങ്ങൾ, രാമായണം എല്ലാ ദിവസവും പാരായണം ചെയ്യണം എന്ന് പറഞ്ഞു, സ്ത്രീകൾ അശുദ്ധിയാകുന്ന സമയത്ത് എങ്ങനെയാണ് രാമായണം പാരായണം ചെയ്യുക, ഗൃഹസ്ഥരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് രാമായണം പാരായണം ചെയ്യുക, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോ ഇവരോടൊക്കെപ്പാടെ കൂടി പറയാനുള്ള ഒരൊറ്റ മറുപടി പല സന്ദർഭങ്ങളിലായി സൂചിപ്പിച്ചിട്ടുണ്ട്. അധ്യാത്മ രാമായണമായാലും വാൽമീകി രാമായണമായാലും ഒരാചാരത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ആചാരത്തിനപ്പുറത്തേക്ക് കർക്കിടക മാസം കഴിഞ്ഞും പാരായണം ചെയ്യേണ്ട ഒന്നാണ് രാമായണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രാമായണത്തെ പാരായണം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ചിട്ടവട്ടങ്ങളും നോക്കേണ്ട ആവശ്യമില്ല. രാമായണത്തെ ഒരു പുസ്തകമായി കണ്ടുകൊണ്ട് അതിനെ പാരായണം ചെയ്യുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി അതിനെ സമീപിക്കുന്ന സമയത്ത് നമുക്ക് ഈ ആചാര അനുഷ്ഠാനങ്ങളുടെ ഒന്നും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല എന്ന് മാത്രം ഇവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നു. പഴയ കാലഘട്ടത്തിൽ രാമായണം നല്ല സ്ഥലത്ത് പാരായണം ചെയ്ത് നിർത്തണമെന്നും നല്ല സ്ഥലത്ത് നിന്ന് തുടങ്ങണം എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ ആചാര്യന്മാര് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്. അതും
നിലവിളക്കിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി രാമായണം പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ സാധാരണ രാമായണം പാരായണം ചെയ്ത് നിർത്തിയ സ്ഥലത്ത് നിന്നാണ് പിറ്റേ ദിവസം തുടങ്ങുക. അങ്ങനെ തുടങ്ങുമ്പോൾ അത് നല്ലൊരു സ്ഥലത്തു നിന്നാവാൻ, മനസ്സിന് സന്തോഷപ്രദമാകുന്ന ഒരു സ്ഥലത്ത് നിന്നും ആരംഭിക്കാൻ നമ്മൾ നല്ല സ്ഥലത്ത് പാരായണം ചെയ്ത് അവസാനിപ്പിക്കണം. പിന്നീട് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ശീലമായിരുന്നു രാമായണം പകുത്തു നോക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോകം ഉണ്ടെന്ന് തോന്നുന്നതും അത് നിലനിൽക്കുന്നതും ഒരു വിശ്വാസത്തിലാണ്. ആത്മാവ് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു, പക്ഷെ ഇന്നേ വരെ ആത്മാവിനെ കണ്ടവരില്ല. എന്നാൽ അനുഭവത്തിൽ അത് ഉണ്ട് താനും. ജലത്തിൽ രുചിയുണ്ട്, അതും കാണുന്നില്ല, അനുഭവത്തിലൂടെ അറിയുന്നു. അങ്ങനെ അനുഭവമാണ് വിശ്വാസത്തെ ഉണ്ടാക്കുന്നത്. അനുഭവം ഉണ്ടായാലും ചിലർ അതിനെ വിശ്വസിക്കാറില്ല. അവരെയാണ് നാസ്തികന്മാർ എന്ന് പറയുന്നത്. ദൂരെ യാത്ര പോകുന്ന സമയത്ത് ചിലർ കഴിക്കാനുള്ള ഭക്ഷണം, കുടിക്കാനുള്ള വെള്ളം എന്നിവ കരുതാറുണ്ട്. ഗാന്ധിജിയെ പോലെയുള്ള ആളുകൾ എവിടെ പോയാലും ഭഗവത്ഗീത കൂടെ കൊണ്ടു നടന്നിരുന്നു. ഗാന്ധിജി തന്റെ ഭഗവത്ഗീതയെ തന്റെ പ്രാണനെ പോലെയാണ് സൂക്ഷിക്കുന്നതും. യാത്രയിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ഉടനെ അതിന് പരിഹാരം ഗീതയെ പകർത്തി നോക്കി പരിഹരിക്കും. ഗാന്ധിജിയുടെ ഗീതാവിശ്വാസം അത്ര ഫലവത്തായിരുന്നു. വിശ്വാസമുള്ളവരെ രക്ഷിക്കുന്നതും വിശ്വാസവും ധർമ്മമാണ്. പണ്ടുകാലങ്ങളിൽ ജ്യോതിഷക്കാരും വൈദ്യന്മാരും വളരെ ദൂരെയാണ് ഉണ്ടാവുക. ഹോട്ടലുകൾ ഉണ്ടായിരുന്നില്ല. ഏത് ഗ്രാമത്തിൽ പോയാലും അന്നദാനമുള്ള ഊട്ടുപുരകൾ ഉണ്ടാവും. എല്ലാ വീടുകളിലും സാമാന്യ നാട്ടുമരുന്നുകൾ അറിയാവുന്നവരായിരുന്നു. രോഗികൾ അപൂർവമായേ ഉണ്ടാകും. കാര്യങ്ങൾ അറിയാനുള്ള അവസരങ്ങളിൽ മാത്രമേ ജ്യോത്സ്യന്മാരെ വരുത്താറുള്ളൂ. ഭാരത സിദ്ധാന്തമനുസരിച്ച് അന്നം, ഔഷധം, വിദ്യാഭ്യാസം എന്നിവ വിൽപ്പന നടത്താൻ പാടില്ല. എല്ലാം സേവനമാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസം വളർന്നതോടെ ഒരു യാത്രക്കാരന് ഒരു നേരം അന്നം കൊടുത്താലും പണം ചോദിച്ചു വാങ്ങുന്നു. എല്ലാ മൂലയിലും ഹോട്ടലുകളായി. ഔഷധകാര്യം പറയേണ്ട. 10 നില കെട്ടിടങ്ങൾ ആശുപത്രികളായി. എല്ലാ പട്ടണങ്ങളിൽ പ്രവർത്തിച്ചിട്ടും സ്ഥലമില്ല. എന്നാൽ രോഗികൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ കാര്യം നമ്മുടെ കുട്ടികൾ ചുമക്കുന്ന ഭാരം ഓരോ അമ്മമാരും കയറ്റിവിടുന്നതാണ്. ഭരണം മാറുന്നതിനനുസരിച്ച് വിദ്യാഭ്യാസവും മാറിക്കൊണ്ടിരിക്കും. കുട്ടികൾ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ചുമക്കുന്ന ചുമട് കണ്ടിട്ട് നാട്ടുമ്പുറങ്ങളിൽ ഭാരം ചുമന്നിരുന്ന കഴുതകൾ ഇപ്പോൾ പരാജയം സംബന്ധിച്ച് തോറ്റുപോകുന്ന അവസ്ഥയാണ്. അവർ നാടുവിട്ടു. എന്ത് പ്രശ്നം വന്നാലും ഉടനെ ഓടിപ്പോകുക, ജ്യോത്സ്യനെ കാണുക എന്നുള്ളത് ഒരു പ്രത്യേക രോഗമായി മാറിക്കഴിഞ്ഞു. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പണ്ടുകാലങ്ങളിൽ ഒരു കുടുംബത്തിൽ ദൂരയാത്ര പോകണമെങ്കിൽ അതിൻ്റെ ലക്ഷണം അറിയണം. ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ശുഭം അശുഭം നോക്കണം. അങ്ങനെ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ വീട്ടിൽ രാമായണം ഉണ്ടാവും. അതിനെ എടുത്ത് പകുത്തു നോക്കും. അങ്ങനെയാണ് പൂർവികന്മാർ ആചരിച്ചു വന്നിരുന്നത്. കള്ളും ചാരായവും കുടിച്ചിട്ട് ചില ദേവതകളുടെ പേരും പറഞ്ഞ് തുള്ളിച്ചാടി വന്ന് പറയുന്ന കൽപ്പന എന്നതൊന്നും അന്നുണ്ടായിരുന്നില്ല. പൂർവികന്മാർ പൂർണ്ണമായും ധർമ്മത്തിൽ വിശ്വാസമുള്ളവരായിരുന്നു. ആചാരമാണ് വിശ്വാസത്തെ നിലനിർത്തുന്നത്. പൂർവികന്മാരുടെ വിശ്വാസത്തിൽ ജീവിക്കുന്നവർ ഇപ്പോഴും ധാരാളമുണ്ട്. കേരളീയരുടെ ഇടയിൽ രാമായണം കൂടുതൽ വിശ്വാസത്തെ വളർത്തിയിരുന്നു. അതിന് കാരണം മാതൃഭാഷയായതിനാൽ രാമായണത്തെ ഒരു കാര്യത്തിനായി പകുത്തു നോക്കുമ്പോൾ തൻ്റെ ഹൃദയത്തോട് രാമായണത്തെ ചേർത്തു പിടിച്ച് ഇഷ്ടദേവനെ ഭക്തിപൂർവ്വം സ്മരിച്ച് എന്താണ് തനിക്ക് അറിയേണ്ടതായ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ അതിനെ പ്രാർത്ഥിച്ച് കണ്ണടച്ച് ഗ്രന്ഥത്തെ പകുത്ത ശേഷം വലതുഭാഗത്തെ ഏടിൽ നിന്നും 7 വരികളും തുടർന്ന് 7 അക്ഷരങ്ങളും വിട്ടിട്ട് വായിച്ചു നോക്കണം. അതിലെന്താണോ പറയുന്നത് അങ്ങനെ ആചരിക്കണം. സാധാരണ ജനങ്ങൾ പകുത്തു നോക്കുന്ന സമയത്ത് അറിവുള്ളവർ പകുത്തു നോക്കാറില്ല. കാരണം വരാൻ പോകുന്നത് വഴിയിൽ തങ്ങില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇത്തരത്തിൽ കേരളത്തിൻ്റെ സാധാരണക്കാരുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് രാമായണമെന്നും ഈ കർക്കടക മാസം രാമായണ മാസമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കർക്കടകത്തിൽ പ്രത്യേക ഔഷധ സേവകളും ഔഷധ കഞ്ഞികളും മറ്റും നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ശരീരമാദ്യം ഖലു ധർമ്മസാധനമെന്ന് പാർവതിക്ക് പരമേശ്വരൻ ഉപദേശിച്ചതായിട്ടാണ് പറയുന്നത്. അപ്പൊ തപസ് ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം. അതിനാൽ കർക്കടക മാസം ഭൗതികമായ രക്ഷയും കൂടെ
ആധ്യാത്മിക രക്ഷയും ഒത്തുചേരുന്നതിൻ്റെ പേരാണ് തപസ്. അതാണ് കർക്കടക മാസം ഒരു വ്രതമാസം എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മൾ എല്ലാവർക്കും മോക്ഷം പ്രാപിക്കാം. അതിനായി രാമായണ ഗുരുവും രാമനും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, രാമായണത്തിൻ്റെ യുദ്ധകാണ്ഡത്തിൻ്റെ അവസാനം ആ രാമായണത്തിൻ്റെ ഫലശ്രുതി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഈ രാമകഥാമൃതം ഇവിടെ ഇന്ന് ശ്രീരാമചന്ദ്രസ്വാമികളുടെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഓരോ ദിവസവും കൃത്യമായി കേൾക്കുകയും കൃത്യമായി അഭിപ്രായങ്ങൾ പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാ നല്ല മനസ്സുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയപ്രോക്തം അധ്യയനം ചെയ്കിൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം. പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കുമാര്യജനങ്ങളാൽ സമ്മതം. വിദ്യാഭിലാഷി മഹാബുധനായി വരും വന്ധ്യായുവതി കേട്ടുയിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവർ മുക്തനായി വന്നിടും അർത്ഥി കേട്ടിയിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകും ആദികളെല്ലാം അകന്നുപോം നിർണയം. ദേവവിതഗണ താപസ മുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമത്യനം. കൽമഷമെല്ലാം അകലുമതേയല്ല ധർമാർത്ഥകാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിതാതരാൽ നിത്യവും ശുദ്ധബുദ്ധിയാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധബോധം പരമാർത്ഥമിതൊക്കവേ ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും.